യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവകൃപയാലും ദൈവസ്നേഹത്താലും ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 2 സങ്കീർത്തനം 7-8 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. നമ്മൾ ദൈവമക്കളാണെന്ന് ഉള്ളതിൻ്റെ വ്യക്തമായ ആധാരമാണ് സർവശക്തനായ ദൈവം ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം വ്യക്തമായിട്ട് പറയുകയാണ്, നീ എൻ്റെ പുത്രനാണ്, നീ എൻ്റെ പുത്രിയാണ്, ഞാനാണ് നിനക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയിരിക്കുന്നത്. പിതാവായ ദൈവമാണ് നമ്മുടെ സൃഷ്ടാവെന്ന് വളരെ വ്യക്തമായിട്ട് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ദൈവസന്നിധിയിൽ ആ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ ചെലവഴിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. ഒരു വർഷം കഴിയാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ഈ ഒരു വർഷം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ നടന്ന് എന്തെല്ലാം എനിക്ക് ലഭിച്ചു, എന്തുമാത്രം ദൈവാനുഗ്രഹം എനിക്ക് കിട്ടി എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട സമയമാണ്. ആ ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയാൻ, ആ ദൈവത്തോട് ചേർന്ന് നിന്ന് എൻ്റെ അപ്പ എന്ന് പറഞ്ഞ് ആ പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ ആയിരിക്കുന്നതിന് ദൈവം പ്രതിഫലം തരിക തന്നെ ചെയ്യും. ആ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ദൈവമക്കൾക്ക് ദൈവം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നൽകുന്ന കൃപയെക്കുറിച്ചാണ് ദൈവം ആ വചനത്തിലൂടെ പറയുന്നത്. ഒന്നും നമ്മൾ നേടുന്നതല്ല, നമുക്ക് ദൈവകൃപയാൽ എല്ലാം ലഭിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. എളിമയോടെ ആ ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും, നിങ്ങൾ കഴിയുന്നത് അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണെന്നും അവൻ്റെ തണലിലാണെന്നും ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ ആ അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് വിശ്വസിക്കുക.
ഭയം എടുത്തു മാറ്റുക. നിങ്ങളുടെ ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ജീവിതമായി മാറും. എല്ലാം പിതാവായ ദൈവത്തിങ്കിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ദൈവമക്കളായി ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കും. ആകുലതകളില്ലാതെ, ഭയമില്ലാതെ, മനസ്സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കും. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലുള്ള 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടെ നമുക്ക് സമർപ്പിക്കാം. ഈ ലോകത്തിലെ ഏകദൈവമായ കർത്താവിൻ്റെ മുന്നിൽ അവരും ആരാധിക്കട്ടെ. നമ്മുടെ ദൈവമാണ് ഈ ലോകത്തിൻ്റെ ദൈവം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ഈശോയുടെ സമാധാനം നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.